ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുക്കുന്ന ബീഫ് ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഒരു ഓട്ടയുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്കിതുപോലെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിതിൽ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഇത് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പൊടികൾ മാത്രം ചേർത്ത് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അളവിൽ വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ബീഫ് വെന്ത് കഴിയുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം വെച്ച് വേവിക്കരുത്. 1/4 കപ്പിൻ്റെ അളവിൽ വെള്ളം മാത്രമേ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി പ്രഷർ കുക്കർ നന്നായിട്ട് അടച്ച് 4 മുതൽ 5 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 5 വിസിൽ വെച്ച് നന്നായിട്ട് നമ്മുടെ ബീഫെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് മസാലയ്ക്കുള്ള ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 4 മുതൽ 5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുകും ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഗ്രേവി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവോളയും ഒരു 10 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സവോള മാത്രമാണ് എടുക്കുകയാണെങ്കിൽ 2 വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു വലിയ സവോളയും ഒരു 10 to 12 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ കളറെല്ലാം ചേഞ്ചായി ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിത് അരച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 2 പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് ചേർക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു മണവും രുചിയുമാണ് കേട്ടോ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം പോണത് വരെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം എല്ലാം പോണത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബീഫ് ഫ്രൈക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗ്രേവിയിൽ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്തത്. പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് അരമുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിക്ക് പകരമായിട്ട് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാകും. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വേകുന്നത് വരെ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവോളയും തക്കാളിയും എല്ലാം തന്നെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഗ്രേവി എല്ലാം വറ്റി നല്ല ബ്ലാക്ക് കളർ ആവുന്നത് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുത്താൽ മതി. ഞാനിവിടെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 20 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി മസാല എല്ലാം ബീഫിൻ്റെ കഷ്ണങ്ങളിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് യു.